ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമ്മുടെ ക്രെറ്റ ഫേസ് ലിഫ്റ്റ് ഇറങ്ങിയതിന് ശേഷം പിന്നെ ഏറ്റവും കൂടുതൽ ടെസ്റ്റിങ്ങിൽ കണ്ടിട്ടുള്ള ഹ്യുണ്ടായുടെ വാഹനം ഇതാണ്, പുതിയ അൽക്കസാർ ഫേസ് ലിഫ്റ്റ്. മൊത്തമായിട്ട് ക്യാമഫ്ലാജ് ചെയ്തിട്ട് തന്നെയാണ് അവർ ഈ വാഹനം ആദ്യമേ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ആൻഡ് ഇതിപ്പം ഇത്രയും കാലം വരെ മൊത്തം ടെസ്റ്റിങ്ങിലായിരുന്നു. ഇപ്പോൾ ഏതായാലും ഹ്യുണ്ടായി വാഹനം ഒഫീഷ്യലി അൺവെയിൽ ചെയ്തിട്ടുണ്ട്. അൺവെയിൽ ചെയ്തു എന്ന് പറയാൻ പറ്റില്ല, അവർ ജസ്റ്റ് അതിൻ്റെ എക്സ്റ്റീരിയർ ഇമേജസ് മാത്രമാണ് ഇപ്പോൾ പുറത്തു വിട്ടിരിക്കുന്നത്. അധികം വൈകാതെ തന്നെ ഇതിൻ്റെ ഇൻറ്റീരിയർ ഷോട്ട്സ് ഒക്കെ നമുക്ക് കിട്ടും. ഹ്യുണ്ടായുടെ പൊതുവേ ഉള്ളൊരു അൺവെയിലിംഗ് സ്റ്റൈൽ ഇങ്ങനെയാണല്ലോ, അതായത് കുറച്ച് വണ്ടിയുടെ ലോഞ്ചിനുള്ള 1-2 ആഴ്ച മുന്നേ ഒരു വണ്ടിയുടെ എക്സ്റ്റീരിയർ ഇമേജസ് വിടും, അത് കഴിഞ്ഞ് തന്നെ പതുക്കെ ഇൻറ്റീരിയർ ഇമേജസ് വിടും, പിന്നെ കുറേയൊക്കെ ഷോർട്സ് അവരല്ലാണ്ട് തന്നെ പോസ്റ്റേഴ്സൊക്കെ ആയിട്ട് വിട്ടു തുടങ്ങും. ഇപ്രാവശ്യം ആ ഒരു പരിപാടി തന്നെയാണ് പിടിച്ചിരിക്കുന്നത്. ആൻഡ് നമ്മൾ ഡിസൈൻ വൈസ് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ക്രെറ്റ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നല്ല ഡിഫറൻസ് ഉണ്ട് എന്ന് തന്നെ പറയാം. പ്രത്യേകിച്ച് ഇപ്പോൾ ഫ്രണ്ട് പ്രൊഫൈലൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ആദ്യമേ അൽക്കസാറിൻ്റെയും ക്രെറ്റയുടെയും ഫ്രണ്ട് ഫേസ് ഓൾമോസ്റ്റ് സിമിലർ ആയിരുന്നു. ചെറിയ ഒരു ഗ്രില്ലിൻ്റെ വ്യത്യാസം അത് നമുക്ക് അങ്ങനെ പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവുകയില്ല. അതിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെയൊക്കെ ഡിഫറൻസ് അങ്ങനെ കുറച്ച് മൈനർ ആയിട്ടുള്ള ഡിഫറൻസ് ആയിരുന്നു ഫ്രണ്ട് പ്രൊഫൈൽ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റിയിരുന്നു. പക്ഷേ ഈ വണ്ടിയിലേക്ക് വരുമ്പോഴേക്കും നല്ല ഡിഫറൻസ് പറയാം. ആദ്യം തന്നെ ഇതിൻ്റെ ഹെഡ്ലൈറ്റ്സിൻ്റെ ഡിസൈൻ അവർ അത്യാവശ്യം ഒന്ന് റീഡിസൈൻ ചെയ്തിട്ടുണ്ട്. DRLസിൻ്റെ പ്ലേസ്മെൻറ്റും അതുപോലെ തന്നെ നമ്മുടെ മെയിൻ ഹെഡ് ലാംപ്സ്, പിന്നെ ഗ്രില്ല്, ബമ്പർ, അങ്ങനെ എല്ലാ സാധനങ്ങളും ഈ വാഹനത്തിനകത്ത് വ്യത്യാസമുണ്ട്. അത് ഇതിന് മുന്നേ ഉണ്ടായിരുന്ന അൽക്കസാർ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വലിയൊരു വ്യത്യാസം തന്നെയാണ് വന്നിരിക്കുന്നത്. പക്ഷേ നമ്മളിപ്പോൾ ഉള്ള ക്രെറ്റ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴും കുറച്ചൊക്കെ ഡിഫറൻസ് ഉണ്ട് എന്ന് തന്നെ പറയാം. പിന്നെ ബാക്കി സാധനങ്ങളൊക്കെ സെയിം ആണ്, അതായത് LED ഹെഡ് ലാംപ്സ് ഉണ്ട്, LED DRLs ആണ്, സൈഡ് ഇൻഡിക്കേറ്റേഴ്സ് LED ആണ്, പിന്നെ നമുക്ക് ഫ്രണ്ടിൽ കണക്റ്റഡ് DRLസിൻ്റെ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ സിൽവർ സ്കിഡ് പ്ലേറ്റ്സിൻ്റെ അകത്ത് വളരെ വലിയ സൈസിലാണ് കൊടുത്തിരിക്കുന്നത്. ബമ്പറൊക്കെ ആണെങ്കിലും ഒരു പുതുമയുള്ള ഡിസൈനോട് കൂടിയാണ് വരുന്നതെന്ന് പറയും. ഹ്യുണ്ടായുടെ ഇപ്പോഴത്തെ മിക്ക വാഹനങ്ങളിലും ഇത്തരത്തിലുള്ള ഒരു ബമ്പർ ഡിസൈനാണ് അവർ പിടിക്കാറുള്ളത്. ഇനി അതുപോലെ സൈഡ് പ്രൊഫൈലിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ആദ്യം തന്നെ നോട്ട് ചെയ്യാൻ പറ്റുന്ന ഈ വാഹനത്തിൻ്റെ പുതിയ അലോയ് വീൽസിൻ്റെ ഡിസൈനാണ്. നമുക്ക് ക്രെറ്റയിൽ തന്നെ ഇപ്പോൾ എൻലൈൻ്റെ അകത്ത് 18 ഇഞ്ച് അലോയ് വീൽസ് അവൈലബിൾ ആണ്. അൽക്കസാറിൽ അവർ നേരത്തെ 18 ഇഞ്ച് കൊടുക്കുന്നുണ്ടായിരുന്നു. ഇതിൻ്റെ ഇപ്പോൾ ഡിസൈൻ എന്തായാലും മാറ്റിയിട്ടുണ്ട്. സൈസ് കൂടുമോ എന്നുള്ളത് ഇനിയിപ്പം അവർ കൂടുതൽ ഡീറ്റെയിൽസ് പുറത്തു വിടുമ്പോൾ നമുക്കറിയാം. ഒറ്റ നോട്ടത്തിൽ അലോയ്സ് കാണാൻ അത്യാവശ്യം രസമുണ്ട്. ഇനിയിപ്പോൾ സൈസ് കൂടുകയാണെങ്കിൽ തന്നെ മാക്സിമം 19 വരെ പോവുള്ളൂ, അതിന് മുകളിലേക്ക് എന്തായാലും സൈസ് പോവില്ല. പിന്നെ 19 വരെ പോവും എന്നും എനിക്ക് ചെറിയൊരു ഡൗട്ടുണ്ട്. കാരണം ഒന്നാമത്തെ കാര്യം ഇതൊരു കംഫർട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള വാഹനമാണ്. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ 19 ഇഞ്ച് അലോയ്സൊക്കെ കൊടുത്താൽ തന്നെ റൈഡ് കുറച്ച് മോശമാവും. എന്തായാലും അതവിടെ നിൽക്കട്ടെ. അല്ലാതെ സൈഡ് പ്രൊഫൈൽ എടുക്കുകയാണെങ്കിൽ കുറേയൊക്കെ നമുക്ക് കഴിഞ്ഞ അൽക്കസാറുമായിട്ട് സിമിലറായിട്ട് തോന്നും. അതിപ്പോൾ ക്രെറ്റ ഫേസ് ലിഫ്റ്റിൽ ഉണ്ടായിരുന്നൊരു കാര്യമാണ്. അവർ ആ വാഹനത്തിനകത്ത് ഫ്രണ്ടും ബാക്കും ഡിസൈൻ നന്നായിട്ട് മാറ്റി, പക്ഷേ സൈഡ് ഡിസൈൻ അതുപോലെ തന്നെ വെച്ചു. ഈ വാഹനത്തിലും അങ്ങനെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. സൈഡിൽ ജസ്റ്റ് അലോയ്സിൻ്റെ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ബാക്കി വാഹനത്തിൻ്റെ ഡോർ പാനലായാലും അതുപോലെ സൈഡിലത്തെ ഡിസൈൻ, ക്വാർട്ടർ ഗ്ലാസ്, ഡോറിൻ്റെ ഡിസൈൻ, അതുപോലെ ORVMs, പിന്നെ നമ്മുടെ വീൽ ആർച്ച് ക്ലാഡിങ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ എല്ലാം പഴയ ഡിസൈനിൽ തന്നെയാണ് വരുന്നത്. പിന്നെ നമുക്ക് റൂഫ് റെയിൽസ് അവൈലബിൾ ആണ്, അതിലൊരു സിൽവർ ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അവർ കാണിച്ചിരിക്കുന്ന ഒരു പച്ച കളർ വണ്ടിയാണ്, അത് മോണോടോൺ കളറിലാണ് അവർ കാണിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ ടോപ്പ് ആൻഡ് ഡ്യുവൽ ടോൺ കളർ ഓപ്ഷനും കൊടുത്തേക്കാം. ഇനി അടുത്തത് റിയർ പ്രൊഫൈലിൻ്റെ കാര്യത്തിലാണ് അവർ ഏറ്റവും കൂടുതൽ വ്യത്യാസം വരുത്തിയിരിക്കുന്നത്. പഴയ അൽക്കസാർ വെച്ച് നോക്കുകയാണെങ്കിൽ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ആണെന്ന് പറയാം. ഈവൻ നമ്മൾ പുതിയ ക്രെറ്റ വെച്ച് നോക്കുകയാണെങ്കിലും നല്ല രീതിയിൽ തന്നെ ഡിഫറൻസ് വരുന്നുണ്ട്. അത് പണ്ടും ക്രെറ്റയും അൽക്കസാറും തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് ക്രെറ്റയുടെ ബാക്ക് കുറച്ച് പോളറൈസിങ് ആയിരുന്നു, അൽക്കസാർ പിന്നെയും കുറച്ചും കൂടെ സ്റ്റാൻഡേർഡ് ഒരു ഡിസൈൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഈ വണ്ടിയുടെ റിയർ പ്രൊഫൈൽ അവർ പിന്നെയും കുറച്ചും കൂടെ ഒരു പോളറൈസിങ് ഡിസൈൻ ടൈപ്പിലേക്ക് പോയി എന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. പിന്നെ നമ്മളിതിപ്പോൾ വരുന്ന ക്രെറ്റ ഫേസ് ലിഫ്റ്റുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ക്രെറ്റയുടെ ടെയിൽ ലാംപ്സ് അവരൊരു ഹൊറിസോണ്ടൽ പാറ്റേണിലാണ് വെച്ചിരുന്നത്. പക്ഷേ ഈ വണ്ടിയിലേക്ക് വരുമ്പോൾ നമുക്ക് കണക്റ്റഡ് ടെയിൽ ലാംപ്സ് കിട്ടുന്നുണ്ട്. പക്ഷേ എൻഡിലേക്ക് വരുമ്പോഴേക്കും ഒരു വെർട്ടിക്കൽ ടൈപ്പ് ടെയിൽ ലാംപ്സിൻ്റെ ഡിസൈനാണ് മൊത്തത്തിൽ അവർ പിടിച്ചിരിക്കുന്നത്. അത് വാഹനത്തിന് ചിലപ്പോൾ കുറച്ചും കൂടി ഒരു വലിയ ലുക്ക് കിട്ടാനായിരിക്കും. അൽക്കസാർ ക്രെറ്റ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ വലിയൊരു വാഹനമാണ്. പിന്നെ 7 സീറ്റർ ആയതുകൊണ്ട് ഇതിന് ഹൈറ്റ് കൂടുതലാണ്. ബാക്കിൽ ഒരു ഇത്തിരി കൂടെ ബോക്സി ലൈക്ക് ഡിസൈനിലാണ് ഈ വണ്ടി വരുന്നത്. കാരണം അല്ലെങ്കിൽ പിന്നെ ബാക്കിൽ ഹെഡ് റൂമൊക്കെ ഇത്തിരി കൺജസ്റ്റഡ് ആവുമല്ലോ. അപ്പോൾ അത് വരാണ്ടിരിക്കാനായിട്ട് ഇങ്ങനത്തെ ഒരു പാറ്റേണിലേക്ക് പോയിട്ടുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് ഡ്യുവൽ ടിപ്പ് എക്സോസ്റ്റ് പൈപ്പ് വരുന്നുണ്ട്. അതിപ്പോൾ 1.5 ടർബോ ഉള്ള ഹ്യുണ്ടായുടെ മിക്ക വണ്ടികളും ഉണ്ട്. പിന്നെ ഇതിൻ്റെ സിൽവർ സ്കിഡ് പ്ലേറ്റ് കുറച്ച് വലുതാണ്, ഫ്രണ്ടിലും കുറച്ച് വലുതായിരുന്നു, ബാക്കിലും ഏകദേശം അതുപോലെ തന്നെ നല്ല വലിയ സിൽവർ എലമെൻറ്റ്സ് ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഹ്യുണ്ടായുടെ ലോഗോയും അൽക്കസാറിൻ്റെ ലോഗോ ഒക്കെ നമുക്കൊരു ബ്രഷ്ഡ് അലൂമിനിയം ഫിനിഷ് പോലെയാണ് കൊടുത്തിരിക്കുന്നത്. വെട്ടിത്തിളങ്ങുന്ന ക്രോമൊന്നും ഉപയോഗിച്ചിട്ടില്ല. ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഹ്യുണ്ടായി വാഹനത്തിൻ്റെ ഡിസൈൻ റിലേറ്റഡ് ആയിട്ട് പുറത്തു വിട്ടിരിക്കുന്നത്. പിന്നെ ഹ്യുണ്ടായി ആയതുകൊണ്ട് തന്നെ അവരിപ്പം തൽക്കാലത്തേക്ക് അതിൻ്റെ ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻസ് അല്ലെങ്കിൽ ഇൻറ്റീരിയർ ഡിസൈനോ ഒന്നും തന്നെ പുറത്തു വിട്ടിട്ടില്ല. അധികം വൈകാതെ തന്നെ നമുക്ക് അതും അറിയാൻ സാധിക്കും. ഇവർ ലോഞ്ച് ചെയ്യുന്ന സമയത്ത് വണ്ടി മൊത്തമായിട്ട് അങ്ങോട്ട് ഇറക്കായിരിക്കും ചെയ്യുന്നത്. അതായത് പ്രൈസും പറയും, ബുക്കിംഗ്സും സ്റ്റാർട്ട് ചെയ്യും, പിന്നെ ഡെലിവറി ഒക്കെ കൊടുത്തു തുടങ്ങും. അങ്ങനെ എല്ലാം വളരെ പെട്ടെന്നായിരിക്കും, അല്ലാണ്ട് വലിച്ചു കിട്ടുന്ന പരിപാടിയൊന്നുമില്ല. ഇതിപ്പം വളരെ അപ്രതീക്ഷിതമായി അവരിതിൻ്റെ ഡിസൈൻ പുറത്തു വിട്ടു എന്നേ ഉള്ളൂ.
പിന്നെ ഇൻറ്റീരിയർ കാണിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ട് ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ എങ്ങനെയായിരിക്കും എന്നുള്ളത്. കാരണം അൽക്കസാർ എന്ന് പറയുന്ന ക്രെറ്റ ബേസ്ഡ് ആയിട്ടുള്ള ഒരു 7 സീറ്റർ SUV ആണ്. അപ്പോൾ പിന്നെ നേരത്തെ ഉണ്ടായിരുന്ന മോഡൽ അവർ ക്രെറ്റയുടെ സെയിം ഇൻറ്റീരിയർ തന്നെയാണ് യൂസ് ചെയ്തിരുന്നത്. അതിൻ്റെ കുറച്ചും കൂടെ ഒരു അപ്പ് മാർക്കറ്റ് വേർഷനായിട്ട് പറയാം. കാരണം ഇൻറ്റീരിയർ കളർ തീമിലൊക്കെ ഡിഫറൻസ് ഉണ്ടായിരുന്നു. ക്രെറ്റയിലൊരു വൈറ്റ് ആൻഡ് ബ്ലാക്കിൻ്റെ കോമ്പിനേഷനോ ബ്ലാക്ക് ആൻഡ് ബേസിൻ്റെ കോമ്പിനേഷൻ ആയിരുന്നെങ്കിൽ അൽക്കസാറിലേക്ക് വരുമ്പോഴേക്കും ബ്രൗൺ ആൻഡ് ബ്ലാക്കിൻ്റെ ഒരു കോമ്പിനേഷൻ ആയിരുന്നു അവർ ഉപയോഗിച്ചിരുന്നത്. ഈ വണ്ടിക്കകത്ത് ഇപ്പോൾ നമുക്ക് പുതിയ ക്രെറ്റ ഫേസ് ലിഫ്റ്റിലും ഒരു ബേജ് ആൻഡ് ബ്ലാക്കിൻ്റെ കോമ്പിനേഷനാണ് കിട്ടുന്നത്. ഓർ മേ ബി വൈറ്റ് ആൻഡ് ബ്ലാക്ക് എന്ന് തന്നെ പറയാം. കാരണം ബേജിലും കൂടുതൽ വൈറ്റ് ആയിട്ടാണ് അപ്പിയർ ചെയ്യുന്നത്. ഈ വാഹനത്തിനകത്ത് അൽക്കസാറിലേക്ക് വരുമ്പോഴും നമുക്ക് കളർ കോമ്പിനേഷൻ മാറ്റിയിട്ടുള്ള ഒരു പുതിയ ഇൻറ്റീരിയർ ആയിരിക്കും കിട്ടാൻ പോകുന്നത്. എന്തായാലും പഴയ അൽക്കസാർ പോലത്തെ ഇൻറ്റീരിയർ ഡിസൈൻ ആയിരിക്കില്ല, പുതിയ ക്രെറ്റ പോലെ തന്നെ ആയിരിക്കും ഇരിക്കുന്നത്. നമുക്ക് അറ്റാച്ച്ഡ് ആയിട്ട് വരുന്ന പോലത്തെ ഡിസൈനുള്ള 10.25 ഇഞ്ച് സ്ക്രീൻ കിട്ടും. പിന്നെ പുതിയ സ്റ്റിയറിംഗ് വീല്, അതുപോലെ ഡ്യുവൽ സോൺ ഓട്ടോ AC, ഇങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ക്രെറ്റയിൽ വരുന്ന ഫീച്ചേഴ്സും പിന്നെ അൽക്കസാറിനായിട്ട് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സും എന്തായാലും കിട്ടുന്നതായിരിക്കും. ആക്ച്വലി പണ്ട് അൽക്കസാറിലുണ്ടായിരുന്ന കുറേ ഫീച്ചേഴ്സ് ഇപ്പോൾ നമുക്ക് ക്രെറ്റ ഫേസ് ലിഫ്റ്റിൽ തന്നെ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഇനിയിപ്പോൾ അവർ എന്ത് ഇതിൻ്റെ അകത്ത് അഡീഷണൽ കൊടുക്കും എന്നുള്ളതാണ് എനിക്ക് അറിയേണ്ടത്. അവർക്ക് വേണേൽ ചെയ്യാൻ പറ്റുന്നത് ബാക്കിലത്തെ ക്യാപ്റ്റൻ സീറ്റ്സിനും കൂടെ വെന്റിലേറ്റഡ് സീറ്റ്സിൻ്റെ ഓപ്ഷൻ കൊടുക്കുക എന്നുള്ള സംഭവങ്ങളൊക്കെയാണ്. അതിപ്പോൾ ടാറ്റ ഓൾറെഡി സഫാരിയിൽ കൊടുക്കുന്നുണ്ട്. പക്ഷേ എന്നാൽ പോലും അത് ഹ്യുണ്ടായും കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ഫീച്ചർ ആയിരിക്കും. കാരണം ബാക്കിൽ ക്യാപ്റ്റൻ സീറ്റ്സ് ആകുമ്പം കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ട് ഇരുന്നു പോകാനും വെന്റിലേറ്റഡ് സീറ്റ്സ് നല്ലതാണല്ലോ. ഫ്രണ്ടിലത്തെ പാസഞ്ചേഴ്സിന് മാത്രം പോരല്ലോ ഇത്. പിന്നെ ഓൾറെഡി ഹ്യുണ്ടായി അൽക്കസാറിൽ റിയർ പാസഞ്ചേഴ്സിന് കംഫർട്ടിന് വേണ്ടി ബാക്കിലൊരു ട്രേ കൊടുക്കുന്നുണ്ടായിരുന്നു. അതുപോലെ സെൻട്രലായിട്ടൊരു ആംറസ്റ്റ് അതിൻ്റെ അകത്ത് ഇൻറ്റിഗ്രേറ്റഡ് ആയിട്ട് കൊടുക്കും. പിന്നെ വയർലെസ് ചാർജിങ് പാഡ്, അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ അൽക്കസാറിൽ ഓൾറെഡി ഉണ്ടായിരുന്നു. അതൊക്കെ ഇതിൻ്റെ അകത്ത് എന്തായാലും റീറ്റെയിൻ ചെയ്യും. അതല്ലാണ്ടുള്ള പുതിയ കുറച്ചുകൂടെ ക്രിയേച്ചർ കംഫർട്ട്സ് ഇമ്പ്രൂവ് ചെയ്യുന്ന ഫീച്ചേഴ്സ് ആയിരിക്കും നമുക്കിനി കിട്ടാൻ പോകുന്നത്. എന്തായാലും ഇതിൻ്റെ അകത്ത് നമുക്ക് കിട്ടുന്നത് ഇങ്ങനത്തെ കുറച്ച് അഡീഷണൽ ഫീച്ചേഴ്സും പിന്നെ ഡിസൈനിൽ എക്സ്റ്റീരിയറിലുള്ള ഡിഫറൻസ് ഒക്കെ ആയിരിക്കും. അല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ വേറെ പുതിയ മെക്കാനിക്കൽ ചേഞ്ചസ് ഒന്നും എക്സ്പെക്ട് ചെയ്യരുത്. പ്ലാറ്റ്ഫോം സെയിം ഹ്യുണ്ടായി ക്രെറ്റയുടെ K2 പ്ലാറ്റ്ഫോം തന്നെയാണ്. അതുപോലെ തന്നെ എൻജിൻസ് വരുന്നത് നമുക്കിപ്പോൾ കിട്ടുന്ന 1.5 ലിറ്റർ ടർബോ ഡീസൽ എഞ്ചിൻ ഉണ്ടാവും. 115 bhpയും അതുപോലെ തന്നെ 250 Nm ടോർക്കുമാണ് പവർ ജനറേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് കിട്ടുന്ന ഒരു 1.5 TGDA പെട്രോൾ എഞ്ചിനാണ്. അൽക്കസാർ ഇനീഷ്യലി ലോഞ്ച് ചെയ്ത സമയത്ത് അവർ ഇതിനകത്ത് ഒരു 2 ലിറ്റർ NA പെട്രോൾ ആയിരുന്നു കൊടുത്തിരുന്നത്. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഹ്യുണ്ടായിക്ക് മനസ്സിലായി ഈ വണ്ടിക്ക് അതിൻ്റെ ആവശ്യമില്ല എന്നുള്ളത്. കാരണം 1.5 ടർബോ അവർ അത് കഴിഞ്ഞതിന് ശേഷം ഇറക്കിയായിരുന്നു. ആ 1.5 ടർബോയ്ക്ക് തന്നെ ഒരു നേരത്തെ കൊടുത്തിരുന്ന 2 ലിറ്റർ NA പെട്രോളിനേക്കാൾ പവർ ഉണ്ട്. 160 bhp അതുപോലെ തന്നെ 253 Nm ടോർക്കാണ് ഈ ഒരു വാഹനം പവർ ജനറേറ്റ് ചെയ്യുന്നത്. നല്ല പവർഫുൾ ആയിട്ടുള്ളൊരു എഞ്ചിൻ തന്നെയാണ്. നമ്മൾ കാല് കൊടുക്കുകയാണെങ്കിൽ വണ്ടി പറന്ന് പൊക്കോളും. അതുകൊണ്ട് അക്കാര്യത്തിലൊന്നും വേറെ പ്രശ്നമില്ല. ടർബോ ചാർജ് ആണല്ലോ, അപ്പോൾ പിന്നെ ടർബോയുടെ റേഞ്ചിലേക്ക് കയറ്റിയാൽ മതി. ഡീസലാണെങ്കിലും സഫീഷ്യൻറ്റ് പവർ ഡെലിവറി ഒക്കെ ഉള്ള ഒരു വാഹനം തന്നെയാണ്. ഡീസലാകുമ്പോൾ പിന്നെ നല്ല മൈലേജും കിട്ടും. ഈ സെഗ്മെൻറ്റിൽ പൊതുവെയുള്ള വാഹനങ്ങളുടെ ഒരു പ്രശ്നം മൈലേജ് ഇല്ലായ്മയാണ്. കാരണം മിക്ക വാഹനങ്ങളിലും വരുന്ന 2 ലിറ്റർ ഡീസൽ എഞ്ചിനാണ്. ആ 2 ലിറ്റർ ഡീസൽ എഞ്ചിൻ നമ്മൾ ഹൈവേയിലൊക്കെ പോകുമ്പോൾ വലിയ കുഴപ്പമില്ലാത്ത എഫിഷ്യൻസി കിട്ടും, 15 മുകളിൽ കിട്ടുമെങ്കിലും ഈ വണ്ടിക്ക് നോർമലി ഇപ്പോൾ സിറ്റി ഓട്ടത്തിൽ തന്നെ 14-15 ഒക്കെ ഈസി ആയിട്ട് കിട്ടും. ഹൈവേയിലേക്ക് പോകുകയാണെങ്കിൽ 20+ ഈസി ആയിട്ട് തന്നെ കിട്ടും. അത് എഞ്ചിൻ ചെറുതായതുകൊണ്ടാണ്. പക്ഷേ അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് നമുക്ക് പവറിൻ്റെ സൈഡിലും കാണും. മറ്റേ വണ്ടികളൊക്കെ 2 ലിറ്റർ ആയതുകൊണ്ട് കുറച്ചുകൂടെ പവർഫുൾ ആണ്. പക്ഷേ ഈ വണ്ടി അതേസമയം 1.5 ആയതുകൊണ്ട് നമുക്ക് അത്രയും പവർഫുൾ ആയിട്ട് ഫീൽ ചെയ്യില്ല എന്നേ ഉള്ളൂ. പിന്നെ പെട്രോളിനും ഡീസലും ഒക്കെ നമുക്ക് ഓട്ടോമാറ്റിക് പണ്ടും അവൈലബിൾ ആയിരുന്നു, ഇപ്പോഴും അവൈലബിൾ ആയിരിക്കും. 7 സ്പീഡ് DC ഓട്ടോമാറ്റിക്കാണ് പെട്രോൾ കിട്ടുന്നത്. അതുപോലെ തന്നെ ഡീസലാണെങ്കിൽ 6 സ്പീഡ് ടോക്ക് കൺവേർട്ടർ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ് കിട്ടുന്നത്. നമുക്ക് എന്തായാലും ഇനി എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ അധികം വൈകാതെ ഇതിനെപ്പറ്റി വരുന്നത് നോക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.